ജില്ലയിൽ വന്യജീവി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ മുന്നറിയിപ്പുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നത് ഇനിയും വൈകിയാൽ ജില്ലാ ബന്ദ് ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു മൂന്നാറിൽ പറഞ്ഞു. ജില്ലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയും കാട്ടാനക്കലിയിൽ കൂടുതൽ ജീവനുകൾ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച് കോൺഗ്രസ് ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിട്ടുള്ളത്. വന്യജീവി ആക്രമണത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു മൂന്നാറിൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നത് ഇനിയും വൈകിയാൽ ജില്ലാ ബന്ദ് ഉൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് കടക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകുമെന്നും CP മാത്യു മൂന്നാറിൽ പറഞ്ഞു. ചുറ്റുവരയില് എല്ലാ ദിവസവും പുലിയുടെ ശല്യം മൂലം തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. അവരുടെ നിത്യനിദാന ചെലവുകൾക്ക് പണം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതുപോലുള്ള സാഹചര്യം തോട്ടം മേഖല അതിഭയങ്കരമായ ഭീതിയിലാണ് അവര്. വീട്ടിൽ അവർക്ക് കഞ്ഞി വെക്കാൻ മാർഗമില്ല. ഏത് സമയത്തും കാട്ടാനയുടെ ജീവൻ ഏത് സമയത്തും ജീവൻ എടുക്കും ഈ കാട്ടുമൃഗങ്ങൾ എന്ന ധാരണയിലാണ് അതുങ്ങളുടെ ദിവസം തള്ളി നിൽക്കുന്നത്. റേഷൻ കട 12 പ്രാവശ്യം പൊളിച്ച റേഷൻ കടയാണ് നമ്മൾ പൂപ്പാറയിൽ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും റേഷൻ കടയും വീടുകളും കന്നുകാലികളും എല്ലാത്തിനും ഓരോ ദിവസം തോറും ഇതിങ്ങനെ തുടരുകയാണ്, തുടർക്കഥ പോലെ. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഗവൺമെന്റ് സത്വരമായ നടപടി സ്വീകരിക്കണം. ഇനി ഇതിങ്ങനെ തുടർക്കഥ പോലെ കൊണ്ടുപോയാൽ എവിടെ എത്തുമെന്ന് യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് ജില്ലാ ബന്ദ് അടക്കമുള്ള സമരപരിപാടികൾ അത് ശാശ്വതമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലുള്ള സമരപരിപാടികൾ സകല മന്ത്രിമാരെയും വഴിയിൽ തടഞ്ഞുകൊണ്ടുപോകുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് ഈ സമരം മാറ്റുവാൻ ഞങ്ങൾ നിർബന്ധിതമാകും. തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ തൊഴിലാളി കുടുംബങ്ങൾ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. കാട്ടുമൃഗങ്ങൾ ഏത് സമയത്തും ആളുകളുടെ ജീവനെടുക്കും എന്ന സാഹചര്യമാണ് ജില്ലയിൽ നിലനിൽക്കുന്നതെന്നും CP മാത്യു വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, അടിമാലി.